ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാണുമ്പോഴേ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്താണെന്ന്. നമ്മുടെ ജിത്തു, ആരോമൽ, ചേട്ടന്, അശോക് മാമൻ, സന്തോഷ് മാമൻ എല്ലാവരും ഉണ്ട്. ഇത് ഒരു അങ്കിളുടെ വീടാണ് കേട്ടോ. ആ വീട്ടിൽ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പം പുള്ളി വേറെയും കുളം ഇങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഐഡിയാസാണ് ഇതിനെപ്പറ്റിയൊക്കെ. നമ്മളൊക്കെ ടി വിയിലും യൂട്യൂബ് ചാനൽസിലും അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്കതൊരു കൗതുകമായിരുന്നു. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മീൻ മാത്രമല്ല, അതാണ്ട് നമ്മുടെ ലെമൺ, അതേ നാരങ്ങ പഴുത്ത് നിൽക്കുന്നു. പിന്നെ ജപ്പാൻ ഗോവ, ദാറ്റ് ഈസ് പേരയ്ക്ക. അങ്ങനെ വിവിധ തരം പേരയ്ക്കകൾ, തൈവാൻ, ജപ്പാൻ എല്ലാം ഉണ്ട്. പിന്നെ മാങ്ങ, കർപ്പൂര മാങ്ങ, പിന്നെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പ്ലാവിൽ പിടിക്കുന്ന ചക്ക, സുപ്ര, ചിക്കു എല്ലാം ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു മാങ്ങ കളഞ്ഞ് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇതെങ്ങനെ പിടിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച് മോട്ടർ വെച്ച് വെള്ളം അടിച്ച് കളയുന്നു. അപ്പോഴാണ് അവിടുത്തെ ആൻറ്റി പറഞ്ഞ് 5-5.5 മണിക്കൂർ എടുക്കും, അതായത് രാവിലെ തുടങ്ങിയാൽ മാത്രമേ ഇത് തീരത്തോളന്ന്. അപ്പം പിന്നെ നമുക്ക് ടൈമില്ലായിരുന്നു. നമ്മളൊരു 3 മണിയായപ്പോഴാണ് ചെന്നത് കേട്ടോ. പിന്നെ ചേട്ടൻ എന്തായാലും ഭാഗ്യത്തിന് വല എടുത്തിട്ടുണ്ടായിരുന്നു. വല എടുത്തത് കൊണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് വീശി. അപ്പോൾ കുറച്ച് മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്കതൊരു നിരാശയായിരുന്നു. ഇത്രയും മീനുള്ള കുളത്തിൽ നിന്ന് ഇത്രയേ കിട്ടിയുള്ളൂ, അതോ ഇനി കുളത്തിൽ ഇത്രയും മീനേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഇത് നമ്മുടെ പ്രകാശനം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ഒന്നുകൂടെ എറിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് മീനൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ച് മീനേ കിട്ടത്തുള്ളൂ എന്നായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട് കേട്ടോ. വലിയ സിലോപ്പിയ, കരട്ടിക്ക് ഇവിടെ കൈതക്കോരയെന്നാണ് പറയുന്നത് കേട്ടോ. മുള്ളാണ്, പുറത്ത് നിറച്ച് മുള്ളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ വളർത്ത മീനല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അങ്ങോട്ട് ചാകരയായിരുന്നു. അതാണ്ടേ പത ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മീൻ. രണ്ടാമത്തെ വീശലിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് മീൻ കിട്ടി. അയ്യോ, ഈ മീനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇത് മുള്ളു വെച്ച് കുത്തും. ഇതിൻ്റെ പുറകിൽ ഓടണം എല്ലാവരും കൂടെ. എന്തായാലും ആൾക്കാർ കുറേ പേരുണ്ടോണ്ട് എല്ലാവരും നൈസിന് പിടിക്കുകയോ ഓടുകയൊക്കെ ചെയ്തു. ഞാനും പിടിച്ചു കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. എന്തായാലും ഫേസ് ടു ഫേസ് ആയിട്ടൊരു മീനിൻ്റെ ഫേസും കിട്ടി. അതിനെ ഞാൻ പിടിച്ച് വെള്ളത്തിലിടുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിത്തുവും പ്രകാശണ്ണനും കൂടെ ഇറങ്ങി കേട്ടോ. വലയെറിയിലങ്ങ് നിർത്തി, കാരണം ഒത്തിരി നേരം എറിയേണ്ടി വന്നു. പിന്നെ നമ്മുടെ ആശാൻ്റെ കയ്യിലും കുറേ മീനെ കിട്ടി. ദാണ്ട പോന്നു, കുറേ എണ്ണം താഴോട്ട് ചാടിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നെ ജിത്തുവും പ്രകാശണ്ണനും കൂടെ ഈ വല വെച്ച് മീനെ പിടിക്കാൻ തുടങ്ങി. പക്ഷേ ഈ വലയെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നിയത് നമ്മുടെ വലയിട്ട് പിടിക്കുന്നത് തന്നെയാണ് കൂടുതൽ ഫ്ലെക്സിബിൾ എന്നാണ്. ഇതിനകത്തൊന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങളെല്ലാം നിന്ന് കളിയാക്കുകയും ചെയ്തു. എല്ലാവരും മുങ്ങി തപ്പുന്ന പോലെ ഇഷ്ടംപോലെ തവണ തപ്പി, കിട്ടിയില്ല. ആരോമലിൻ്റെ മനസ്സ് നിറച്ച് ആ വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങാം എന്നായിരുന്നു. ഈ വെള്ളത്തിന് നല്ല വഴുക്കലുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. കാരണം മഴ പെയ്ത വെള്ളവും അല്ലാത്ത വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ചുള്ളതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവരെല്ലാം ഇവിടെ ഇങ്ങനെ വായി നോക്കി കുത്തിയിരിക്കുകയാണ്. പിന്നെ മനസ്സിലായി ഒന്നുകൂടെ വല എറിയാമെന്ന്. പിന്നെ വല എറിഞ്ഞു. വലയിൽ കുറച്ച് മീനൊക്കെ കൊരുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബക്കറ്റിൻ്റെ പകുതി വരെ മീനൊക്കെ ആയി. എന്നാലും നമുക്കങ്ങോട്ട് പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല. ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് പറഞ്ഞതല്ലേ. ഇത്രയും മീനും കൂടെ എക്സ്ട്രാ ആയി. പിന്നെ ആരോമലിന് വെള്ളത്തിലിറങ്ങിയൊക്കത്തുള്ളൂ. ചേട്ടൻ വെള്ളത്തിലിറങ്ങുമ്പോൾ പിന്നെ അവനും ഇറങ്ങണ്ടേ. പിന്നെ അവനെ ലാസ്റ്റ് വെള്ളത്തിലിറക്കി, ഉടുപ്പൊക്കെ ഊരി രണ്ടുപേരും കൂടെ പിന്നെ നീരാടാൻ തുടങ്ങി. പാർക്കിലൊന്നും പോകണ്ടല്ലോ, ഇതാകുമ്പോൾ സുഖം. അങ്ങനെ ആരോമൽ ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ജിത്തുചേട്ടൻ നിക്കിളൊക്കെ ഇട്ട് പിന്നെ അവനെ ഇറക്കി തോളത്ത് വെച്ച് 2-3 റൗണ്ടൊക്കെ അടിച്ചു. പിന്നെ അവനെ ഒരു സേഫായിട്ട് അങ്ങ് അറ്റത്തെ പ്ലേസിൽ കൊണ്ടുപോയി നിർത്തി കേട്ടോ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വാൺ ചെയ്യുന്നുണ്ട്, അഹങ്കാരമൊന്നും കാണിക്കരുത്, അടി കിട്ടും എന്നുള്ള രീതിയിലാണ്. അവനിരിക്കാൻ പറ്റത്തില്ല, അവനിരുന്ന് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. അപ്പം നൈസിന് അവിടെ പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം പ്രകാശനം പറയുന്നുണ്ട് വെള്ളത്തിലിറങ്ങുന്നതൊക്കെ കൊള്ളാം, ചുമ പിടിച്ച് BSMൽ പോകരുതെന്ന്. പിന്നെ ആരോമലിനെ നൈസായിട്ട് മാറ്റി നിർത്തിയിട്ട് ഇവർ വല വെച്ച് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി കേട്ടോ. ഈ ഐഡിയ വർക്കൗട്ടായിപ്പോയി. ഇതിലിഷ്ടം പോലെ മീനെ കിട്ടി കേട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, ചാകര എന്നൊക്കെ പറയത്തില്ലേ, ആ ടൈപ്പ് മീനെ കിട്ടി. പിന്നെ മൊത്തത്തിൽ കുളം അങ്ങ് വറ്റിച്ചെടുത്തെന്ന് പറയാം. ഇഷ്ടം പോലെ ആ ബക്കറ്റ് നിറച്ച് മീനെ നമുക്ക് കിട്ടി. പിന്നെ ആരോമൽ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അവനാണ് സത്യം പറഞ്ഞാൽ ആ വെള്ളത്തിൽ എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ 2-3 ട്രിപ്പ് വലയൊക്കെ എറിഞ്ഞ് അവർ മീനെ പിടിച്ചു കേട്ടോ. ഇത് ലാസ്റ്റ് റൗണ്ടായിരുന്നെന്ന് തോന്നുന്നു. ലാസ്റ്റ് റൗണ്ടിൽ ഇവിടെ നിന്ന് അങ്ങേയറ്റം പിന്നെ അവിടെ നിന്ന് അങ്ങേയറ്റം, അങ്ങനെ ഒരാൾ വെള്ളം തള്ളിക്കൊടുക്കും. അപ്പോൾ മീനെല്ലാം കൂടെ ഒരു സൈഡിൽ ചെല്ലും.
അങ്ങനെ കുറേ ഫിഷിംഗ് ഹണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയും സമയമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഫിഷിങ്ങിൻ്റെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടോ ഇല്ല, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആശാൻ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസായിരുന്നു. അത് കഴിഞ്ഞ് ഈ വലയ്ക്കകത്തും ഇഷ്ടംപോലെ മീൻ ഞാൻ ഒരെണ്ണത്തെ കൈവച്ച് പൊക്കി വീഡിയോ എടുത്തു. കൊള്ളാം. പക്ഷെ ഭയങ്കര വഴുവഴുപ്പാട്ടോ. നമ്മൾ സാധാ ഈ പുഞ്ചയിൽ പിടിക്കുന്ന മീനെ പോലെയല്ല, ഇതിനൊരു ചെറിയൊരു വഴുവഴുപ്പുണ്ട്. പിന്നെ അതിനെ സൂം ചെയ്തു അതിൻ്റെ കണ്ണും മൂക്കും വായും എല്ലാം ഞാൻ പകർന്നെടുത്തു. കൊള്ളാമല്ലേ, പേടിച്ചിരിക്കുവാന്ന് തോന്നുമ്പോൾ. പക്ഷെ നല്ല കുത്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഞങ്ങളെല്ലാം പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മീൻ പിടിക്കുക എന്നുള്ളത് ചിലവരുടെ ഒരു, ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. വലിയൊരു സിലോപ്പി കിടക്കുന്നത് കണ്ടോ, അതൊരു സ്പെഷ്യൽ ടൈപ്പ് കേട്ടോ. പിന്നെ ബാക്കി എല്ലാത്തിനെയും കൂടെ നമ്മൾ വെളിയിലിറക്കി ചാടിയതിനെല്ലാം പെറുക്കി ബക്കറ്റിനകത്തൊക്കെ ഇട്ടു. അപ്പോഴത്തേനൊരു മഴക്കോളൊക്കെ വന്ന് തുടങ്ങി. പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി ഈ കുളത്തിനകത്ത് ഇതിലും കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചേ പിടിച്ചുള്ളൂ, കുറച്ച് പിടിക്കാനുള്ള ഇതേ ഉള്ളായിരുന്നു. 5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് പിടിക്കാൻ പറ്റുമോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, വീട്ടിൽ ചെന്നു ഒരു കൊട്ടയ്ക്കകത്ത് മീനെല്ലാം കുടഞ്ഞിട്ടു സെറ്റാക്കി. നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കുറച്ച് കൊടുത്തു, കസിൻസിനും കൊടുത്തു, റിലേറ്റീവ്സിനും കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മളുടെ മീൻ. നമ്മളിവിടെ കുറച്ച് വറുത്തു, പിന്നെ കറി വെച്ചു. അങ്ങനെ 2-3 ദിവസത്തേക്ക് നമുക്ക് മീൻ വേണ്ടേ വന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. നമ്മളൊരു കൊച്ച് ഇത് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് സജഷൻസൊക്കെ പറയാം. ഞാൻ ഭയങ്കര സ്പീഡിലായിരുന്നു വീഡിയോസ് ഇടുന്നതെന്നൊരിതുണ്ടായിരുന്നു. അത് മാറിയല്ലോ അല്ലേ. ഓക്കെ, ടാറ്റ ഗേസ്, ടാറ്റ, സീ യു.